അസ്സലാമു അലൈക്കും. ഞാൻ ആ വിഷയം വരെ ഒന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ ഗൾഫിക്കാർ ഉസ്താദെ. പിന്നെ എനിക്ക് വെച്ചാൽ നേരത്തെ ആരിം ഉസ്താദ് പറഞ്ഞു ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങലെല്ലാം എവിടെയും പറഞ്ഞിട്ടില്ല, മദ്ഹബിൽ ഇമാമിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എനിക്ക് തറക്തു ഫീക്കും അംറൈനിലം തദുല്ലുമ തമസ്സക ബിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലി എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. അത് ഒന്ന് പരിശുദ്ധ ഖുർആനും നബിയുടെ സുന്നത്ത്, രണ്ടാമത്തെ ഇത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോകുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഹദീസ് കേട്ടതായിട്ട് ഓർക്കുന്നു. ഈ ഹദീസ് സ്വഹീഹാണോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുവാൻ വഴിപിഴച്ചു പോകുമോ? പിന്നെ ഇതിനുള്ള മറുപടി കിട്ടിയ ശേഷം ചോദിക്കാം. അപ്പൊ എന്റെ നെറ്റ് വളരെ സ്ലോ ആണ്, ഞാൻ ഒഴിവാകും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ? ആ, ഉണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ടി കരീം ചോദിച്ചത്, അതിന്റെ മറുപടി ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങൾ പേക്കാതിരിക്കാൻ രണ്ട് സാധനം ഞാൻ നിങ്ങളെയൊക്കെ തന്നിരിക്കുന്നു. അത് ഒന്ന് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമും മറ്റേത് എൻ്റെ ചര്യയുമാകുന്നു എന്ന് പറഞ്ഞതിനെ വിദേഹത്തുകാർ മനസ്സിലാക്കിയത് അങ്ങനെ രണ്ട് പുസ്തകം കൊടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ചോദ്യം അവരിന്ന് വരുന്നത്. അതേസമയം റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തത് അങ്ങനെയല്ല. 23 കൊല്ലക്കാലം കൊണ്ട് ഇസ്ലാമിക ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ഖുർആൻ എന്നൊരു പുസ്തകമോ ഹദീസ് എന്നൊരു പുസ്തകമോ ഇല്ലല്ലോ. റസൂലുള്ള ഉള്ള കാലത്ത് ദീനിലെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാൽ നബിയോട് അങ്ങ് ചോദിക്കലാണ്. റസൂലുള്ള വഫാത്തായപ്പോൾ പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ബുക്ക് മറിച്ചു നോക്കലല്ല, ആ അർത്ഥത്തിലല്ല ഏൽപ്പിച്ചത്. നബി തങ്ങൾ ഇസ്ലാമിക ജീവിതം എങ്ങനെ പഠിച്ചോ അങ്ങനെ കൃത്യമായി പഠിച്ചവർ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇനിയുള്ളവർ തങ്ങൾക്ക് ശേഷം അവരോട് ചോദിച്ചും അവരോട് അന്വേഷിച്ചും അവരെ അവലംബിച്ചും അവരെ തഖ്ലീദ് ചെയ്തും ജീവിക്കാനാണ് ആ ഏൽപ്പനയുടെ അർത്ഥം. ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആയിരങ്ങൾ മുജ്തഹിദീങ്ങളാണ്. അപ്പോൾ ഈ ആയിരങ്ങളാവുന്ന മുജ്തഹിദീങ്ങളെ ബാക്കിയുള്ളവർ തഖ്ലീദ് ചെയ്യണം. നബി ഉള്ള കാലത്ത് നബിയെ തഖ്ലീദ് ചെയ്ത പോലെ അന്നും അവർ ആയത്ത് നോക്കി സ്വന്തം അർത്ഥം വെച്ചിട്ടില്ല. റസൂലുള്ള ഉള്ള കാലത്ത് ഇറങ്ങിയത്തോളം ആയത്ത് നോക്കിങ്ങാണ്ട് ഏതെങ്കിലും സഹാബി പ്രവർത്തിച്ചിട്ടുണ്ടോ? അന്ന് അവർ റസൂലുള്ളാഹിനെ അവലംബിച്ചു. റസൂലുള്ളാഹി തങ്ങളെ കാലശേഷം നബിയെപ്പോലെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്വഹാബത്തിനെ ഇവിടെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരിലേക്ക് നോക്കാനാണ് ഖുർആനും സുന്നത്തും പിടിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്ന് ഇവരാവശ്യപ്പെടും പോലെ രണ്ട് പുസ്തകം മറിച്ചു നോക്കിയിട്ട് അതിലിത് പറഞ്ഞോണോ എന്നല്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈ ഏൽപ്പനയുടെ ഒറിജിനാലിറ്റി അർത്ഥം ശരിക്കും മനസ്സിലാവും. ഇതാണ് ടി കരീമിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാനത് ആവർത്തിക്കുകയാണ്. ഭിന്നതയിലേക്ക് സൂചിപ്പിച്ച ഹദീസുകൾ എത്ര ഹദീസുകളുണ്ട്. ആ ഹദീസുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമെന്ന് പറഞ്ഞിട്ടില്ല. മാ അന അലൈഹി വഅസ്ഹാബി ഒരു ഹദീസിൽ അതാ പറഞ്ഞത്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ ചര്യ എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ. അപ്പോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ എന്നൊന്ന് വേറെ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ നോക്കണമെന്നാ പറഞ്ഞത്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യൗത്തൂനക്കും ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും. ഈ പറഞ്ഞത് എന്താണ്? ഓരോ കാലത്തും ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ പിതാക്കന്മാരെ നോക്കണം എന്നല്ലേ പറഞ്ഞത്. ഇവർ സാധാരണ പിതാക്കന്മാരെ നോക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോക്കും മക്കത്തെ മുശ്രിക്കുകളെ വാപ്പമാരെ പോലെ പിന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളെ വാപ്പമാരെ അനുകരിച്ചവരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വാപ്പമാരെ നോക്കൽ മുശ്രിക്കുകളെ പണിയണമെന്നാ പറയാനുള്ളത്. അവിടെ തന്നെ അള്ളാഹ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവലൗകാന ആബാഉക്കും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. മക്കക്കാരെ അവലംബിച്ച ബാപ്പാര് എന്ന് പറഞ്ഞാൽ ദീന് കിട്ടാത്തവരും ഹിദായത്തില്ലാത്തവരുമാണ്. അത് മാതൃകാക്കാൻ പറ്റാത്തവരാണ്. അതേസമയം ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരിൽ ഇല്ലാത്തത് വരുന്നതെന്ന് പറയുമ്പോൾ പിന്നിൽ വരുന്ന ഓരോ പരമ്പരയും തന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പേരിൽ ജീവിച്ചുപോയ പിതാക്കന്മാരെ നോക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ടി കരീമിനെ പോലെയുള്ള സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് റസൂലുള്ള ഖുർആൻ സുന്നത്ത് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ പറയും പോലെ മറിച്ചു നോക്കാൻ പറ്റുന്ന ബുക്ക് ഏൽപ്പിച്ചു എന്നല്ല.
ഖുർആന്റെയും സുന്നത്തിന്റെയും ആശയങ്ങൾ പൂർണ്ണമായി പഠിച്ച മുജ്തഹിദീങ്ങളായ ഇമാമുകളെ നിങ്ങൾക്കിടയിൽ ഞാൻ ഉണ്ടാക്കി വെച്ചു എന്നാണ്. ആ ഇമാമുകളെ തക്ലീദ് ചെയ്തുകൊണ്ട് അറിവില്ലാത്തവർ ജീവിക്കണമെന്നാണ് ഖുർആൻ സുന്നത്ത് ഏൽപ്പിച്ചതിന്റെ അർത്ഥം. ഇതല്ലാത്തൊരർത്ഥം സ്വന്തം ബുദ്ധി കൊണ്ട് ന്യായീകരിക്കാനല്ലാതെ ഇബാറത്തുകൾ കൊണ്ടോ ഹദീസോ ആയത്തോ ഉദ്ധരിച്ചുകൊണ്ടോ അതിനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് വസ്തുത. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത് ബോധ്യപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദ് പറഞ്ഞോടനുബന്ധിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിന്റെ ഗ്രന്ഥം ഉണ്ടാക്കി ഒരു ബുക്ക് ഉണ്ടാക്കി വെച്ച് പോയി, അല്ലെ ഖുർആനിന്റെ ഒരു ബുക്ക് ഉണ്ടാക്കി വെച്ച് പോയിന്ന്. പരിശുദ്ധ ഖുർആൻ 23 കൊല്ലക്കാലം കൊണ്ട് എങ്ങനെ അവതരിപ്പിച്ചോ അത് സഹാബത്തുൽ കിറാമുകൾ എഴുതി വെക്കപ്പെടുകയും അതിൽ നിന്ന് പഠിക്കണം. വല വഹ്തസിബു ബിഅബ്ദില്ലാഹി ജമീഅ വല തഫറഖു എന്ന ആയത്ത് കൊണ്ട് അള്ളാഹു ഉപേക്ഷിക്കും. നിങ്ങൾ വല്ല പ്രയാസവും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ പാർശ്വം മുറുകെ പിടിക്കണം എന്നാണ് പറഞ്ഞത്. ആ പാർശ്വം എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനാണ്. അല്ലാതെ മദ്ഹബിങ്ങളുടെ ഇടയിൽ ഈ 4 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം വന്ന മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പലതും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. കാരണം ഹദീസിൽ ക്രോഡീകരിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തിടത്തോളം അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. കരീമിന് വീണ്ടും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് ആകാത്തത് കൊണ്ടാണോ അതോ വെച്ചു പുലർത്തുന്ന വിശ്വാസത്തോട് കൂറ പുലർത്തുന്നത് കൊണ്ട് സമ്മതിക്കാൻ മടിയായിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനും സുന്നത്തും ഏൽപ്പിച്ചു, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത് എന്ന് പറഞ്ഞ അർത്ഥം ഏൽപ്പന എങ്ങനെയാണോ എന്ന് നോക്കി അങ്ങനെയാണ് മടങ്ങേണ്ടത്. അപ്പോ റസൂലുള്ളാഹി തങ്ങളോ സഹാബാക്കളെ കാലത്ത് ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരും ആ എഴുതി വെച്ച ഖുർആൻ നോക്കി അല്ല വിധി നടപ്പാക്കിയത്, അവരുടെ കാലത്ത് ജീവിച്ച ഇമാമുകളോട് ചോദിച്ചിട്ടാണ്. സഹാബാക്കളിലെ പൊതുജനം സഹാബാക്കളിലെ പണ്ഡിതന്മാരെ നോക്കി മാതൃകയാക്കിയും അവർ പറയുന്ന വിധി സ്വീകരിച്ചുമാണ് അവർ ജീവിച്ചത്. അപ്പൊ ഏൽപ്പന അങ്ങനെ ആയതുകൊണ്ട് ഇതിലേക്ക് മടങ്ങലും അങ്ങനെ ആകണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഹദീസ് ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മുഴുവൻ ഹദീസ് ഇവിടെ കിട്ടാണ്ടോ? ഖുർആനും സുന്നത്തും നമ്മുടെ പ്രമാണമല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് 10 ലക്ഷവും 12 ലക്ഷവും 11 ലക്ഷവും 9 ലക്ഷവും ഒക്കെ ഹദീസ് പഠിച്ചവരാ മുജ്തഹിദീകളായ അയിമ്മത്തുകൾ. ഇമാം ബുഖാരിക്ക് തന്നെ 10 ലക്ഷം ഹദീസ് ഉണ്ടല്ലോ. 2 ലക്ഷം ഹദീസ് മൂപ്പരെ എല്ലാ നിബന്ധന പ്രകാരവും സഹിയാണെന്ന് മൂപ്പര് സമ്മതിച്ചിട്ടുണ്ടല്ലോ. മൂപ്പര് എഴുതി വെച്ച് 4000 ഉള്ളൂ. അപ്പോ ഇതെന്തുകൊണ്ടാണ്? ആ 10 ലക്ഷം ഹദീസ് കിട്ടിയ ഇമാം ബുഖാരിയും ശാഫി മദ്ഹബുകാരനായി ജീവിച്ചത് എന്തുകൊണ്ടാണ്? അത് റസൂലുള്ളാഹി തങ്ങൾ അതിലേക്ക് മടങ്ങാൻ പറഞ്ഞത് അതിനെ കൃത്യമായി പഠിച്ചവരുടെ ജീവിതം, അവർ പഠിച്ചതും അവർ പറഞ്ഞു തന്നതും അതാണ് ഈ ഖുർആനിലും ഹദീസിലും മടങ്ങിയാൽ കിട്ടുക എന്നതുകൊണ്ടാണ്. അല്ലാതെ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഇന്ന് എല്ലാ ഹദീസിന്റെ കിതാബിലുമുള്ള ഹദീസുകളെല്ലാം കൂടെ ക്രോഡീകരിച്ചാൽ 75,000 ഹദീസ് പോലും ലഭ്യമല്ല. അതേസമയം 10-15 ലക്ഷം ഹദീസുകളുണ്ടെങ്കിൽ ആ ഹദീസുകളുടെ ഒക്കെ പാഠം അയിമ്മത്ത് മുജ്തഹിദുകൾ പറഞ്ഞു വെച്ച മസ്അലകളിലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഏൽപ്പിച്ചത് ഒരു സംസ്കാരമാണ് ഏൽപ്പിച്ചത്. ആ സംസ്കാരം ഖുർആനിന്നും സുന്നത്തുനിന്നും കിട്ടുന്നതായിരുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ ഖുർആനും സുന്നത്തും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ ഏൽപ്പിച്ച ഖുർആൻ ആരെടുത്താ കൊടുത്തിരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? സിദ്ദീഖ് എന്നവരെ ഏൽപ്പിച്ചത്? ഉമർ തങ്ങളെയാണോ ഏൽപ്പിച്ചത്? ഐഷ ബിന്റെ അടുത്താണോ ഏൽപ്പിച്ചത്? അനസ് റളിയല്ലാഹുവിന്റെ അടുത്താണോ ഏൽപ്പിച്ചത്? അതിന് ഉത്തരമില്ല. അപ്പോ അങ്ങനെ ഒരു വ്യക്തിൻ്റെയൊക്കെ ഏൽപ്പിച്ചതല്ല. ഇതൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു ടീമിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. ആ ടീമിന്റെ ജീവിതത്തിലാണ് അതുള്ളത്. ആ ബാക്കിയുള്ള പൊതുജനം ആ ടീമിനെ തഖ്ലീദ് ചെയ്താ ജീവിച്ച സഹാബികൾ. അത് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ ഏൽപ്പനയുടെ അർത്ഥം അങ്ങനെയായി മനസ്സിലാക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബിന്റെ മുൻകാലഘട്ടത്തിലും ഒരു ഇമാമിയങ്ങളും ജീവിച്ചിരുന്നിട്ടില്ല. ആ ഇമാമിയങ്ങളെ പിൻപറ്റാതെ ജീവിച്ചവർക്ക് തെറ്റുപറ്റിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം വ്യക്തമായില്ല, ഒന്നും കൂടി ആവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന് മനസ്സിലാകൊണ്ട് പറയാണ്, നിങ്ങൾ പറയുന്നത് ഇപ്പൊ 2 തരീഖത്തും 4 മദ്ഹബിന് ഇമാമിങ്ങളും പിൻപറ്റണമെന്ന് പറഞ്ഞത്. അപ്പോൾ 4 മദ്ഹബിനും പിൻപറ്റാതെയാണ് സഹാബത്തുകൾ മരണപ്പെട്ടു പോയി ദുനിയാവിനോട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്തില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ വഴിവെച്ചവരാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കരീമ അങ്ങനല്ല, ഈ കരീമിനോട് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞമ്മക്കൊരു ഉണർവാണ്. അതുകൊണ്ടേ പിന്നെ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ആ ജനങ്ങൾക്ക് മുഴുവൻ ഇമാമ് റസൂലുള്ളാഹി തങ്ങളാണ്. അന്നും റസൂലുള്ള ആർക്കും ഖുർആനും ഹദീസും മറിച്ചു കൊടുത്തുകൊണ്ട് വിധി പറയലല്ല. ഈ രൂപത്തിൽ തങ്ങളെ വഫാത്തിന് ശേഷം തങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ കഴിവുള്ള കുറെ ഇമാമികളുണ്ട്, ഒരുപാട് ഇമാമുകൾ. ഷാഫി ഹനഫി ഒന്നും അല്ല, അതിലേറെ വലിയ വലിയ ആളുകൾ. അബൂബക്കർ സിദ്ദീഖ് ഇമാമാണ്, ഇബ്നു അബ്ബാസ് ഇമാമാണ്, അലിയാർ ഇമാമാണ്, ഉമർ റളിയല്ലാഹു ഇമാമാണ്, ഉസ്മാൻ അഫ്ഫാൻ ഇമാമാണ്. ഇനി സഹാബത്തിലെ ഖുലഫാഉർ റാഷിദീങ്ങളല്ലാത്ത ഒരുപാട് അയിമ്മത്തുകളായ മുജ്തഹിദുകൾ ഉണ്ടായിരുന്നു. അവരുടെ മദ്ഹബ് അതൊന്നും ഖുർആനും ഹദീസും തന്നെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി വെക്കാതെ ശീലിച്ച അവരെ മദ്ഹബിലെ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി വെച്ചിട്ടില്ല. എന്നാൽ 2-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇങ്ങനത്തെ ഇമാമുകൾ ഇങ്ങനെ വന്നത് 4 ആളിൽ പരിമിതപ്പെട്ടു. ക്രോഡീകരിച്ചത് അത് മാത്രമായി. അതുകൊണ്ടാണ് ബാക്കിലുള്ളവർക്ക് ഈ 4 മാത്രമായത്. അതേസമയം 1-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള മുഴുവൻ മദ്ഹബിന്റെ മുജ്തഹിദീങ്ങളുടെയും കൂടെ അതിനെ അനുകരിച്ചിരുന്ന ആളുകൾ ഒക്കെ ക്രോഡീകരിച്ച് വെച്ചിരുന്നുവെങ്കിൽ മദ്ഹബ് 4ഉം 40ഉമല്ല, അതിലേറെ ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അങ്ങനത്തെ മുജ്തഹിദുകൾ കുറഞ്ഞു വരികയും ഉള്ള മുജ്തഹിദുകളുടെ അനുയായികള് അവരെ അനുകരിച്ചവർ അവരുടെ ചിന്തകളെല്ലാം റിക്കാർഡിക്കലാക്കി വെക്കുകയും ചെയ്തപ്പോൾ മുജ്തഹിദീങ്ങളുടെ എണ്ണം പിൻകാലക്കാർക്ക് കിട്ടിയത് പൂർണ്ണമായി കിട്ടിയത് 4ആയി ചുരുങ്ങിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഷാഫി ഹനഫി ഹംബലി മാലിക് എന്ന 4-ൽ 1-നെ പിൻപറ്റിയവരെ മാത്രമേ അലിയാരെ പോലുള്ളവർ രക്ഷപ്പെടൂ എന്ന് മനസ്സിലാക്കിയത് ഒന്നുകിൽ കരീമിന്റെ വക്രബുദ്ധിയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അതേസമയം പൂർണ്ണമായി ഒരു മുജ്തഹിദായ ഇമാമിന്റെ ചിന്ത ആ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകൾക്ക് അവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ബാക്കിലുള്ളവർക്ക് പൂർണ്ണമായി ഇത് കിട്ടിയത് ഈ 4 എണ്ണം ആയതുകൊണ്ട് പിന്നീട് അങ്ങനത്തെ മുജ്തഹിദുകൾ ഇല്ലാതെ വന്നതുകൊണ്ടും ഇത്യാദിന് കഴിവുള്ള ബുദ്ധിയുള്ള ആളുകൾ ജനിച്ചാൽ തന്നെയും ഈ ഗവേഷണം നടത്താൻ ആവശ്യമായ മാധ്യമങ്ങൾ ലഭ്യമല്ല. കാരണം ഖുർആൻ മാത്രമേ പൂർണ്ണമായി എഴുതി വെച്ചിട്ടുള്ളൂ, ഹദീസുകളൊന്നും ലഭ്യമല്ല. അതൊക്കെ ആ മനപ്പാഠം പഠിച്ച ആ പാഠങ്ങളുള്ള ഇമാമുകൾ മരിച്ചു വഫാത്തായി പോയതോടെ അത് പോയി. ക്രോഡീകരിക്കപ്പെട്ടത് ഈ 4 എണ്ണം മാത്രം അവശേഷിക്കുകയും ചെയ്തപ്പോൾ 2-ാം നൂറ്റാണ്ടിന്റെ പിന്നിലുള്ളവർക്ക് കൃത്യമായി പേർക്കാത്ത ഖുർആനിക അധ്യായം കിട്ടണമെങ്കിൽ ഈ 4-ൽ 1-ലൂടെ മാത്രമേ അതിന് മാർഗമുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അലി ഇബ്നു അബി താലിബൊക്കെ ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കോ ആകണം എന്നതിനർത്ഥമില്ല. അലിയാരൊക്കെ മുജ്തഹിദാണ്. അലിയാർക്ക് ഒരുപാട് മുഖല്ലിദീങ്ങളായ അനുയായികളെ കാണും. അത് ആ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി വെച്ചുകൊണ്ടല്ല ആ മുഖല്ലിദീങ്ങളായ ജനങ്ങളും ജീവിതമായി. ക്രോഡീകരിക്കപ്പെട്ടില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകുമെന്ന ബോധം 2-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജീവിച്ച മുഅ്മിനീങ്ങൾക്കും അന്നത്തെ മുജ്തഹിദുകളുടെ അനുയായികൾക്കും തോന്നിയതുകൊണ്ടാണ് അവരൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ തദ്വീൻ ചെയ്തത്. അതുകൊണ്ട് ഇനിയുള്ളവർക്ക് അങ്ങനത്തെ സമ്പൂർണതയുള്ള ഒരു ചിന്താധാര ലഭിക്കണമെങ്കിൽ ഈ 4-ലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നതുകൊണ്ട് 4-ൽ പരിമിതപ്പെട്ടതാണ്. ഇപ്പോൾ കുറെ മനസ്സിലായിരിക്കും, കരീമിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ശബ്ദം കേട്ട മറ്റുള്ളവർക്കൊക്കെ അത് ബോധ്യപ്പെട്ടിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.